ബസ്സിൽ കയറിയാൽ ബസ്സിന്റെ മുമ്പിലത്തെ സീറ്റ് സ്ത്രീകൾക്ക് വേണ്ടി ഒഴിച്ചിടും. വനിതാ സംവരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ഉണ്ട് എന്ന് വേണ്ട. എവിടെ ചെന്നാലും സ്ത്രീകൾക്ക് മുൻഗണന, സ്ത്രീകൾക്ക് പ്രത്യേക വാർഡ്, സ്ത്രീകൾക്ക് പ്രത്യേകതകൾ. ഇങ്ങനെ ഗവൺമെന്റ് തന്നെയും സ്വകാര്യ ഇടങ്ങളിലും ഒക്കെ സ്ത്രീകൾക്ക് പ്രത്യേകത, സ്ത്രീകൾക്ക് പ്രത്യേകത എന്ന് പറയുന്നു. സമത്വം വേണം എന്ന് ഞാൻ ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പലരും പറയുന്ന കാണുമ്പോൾ എനിക്കങ്ങ് ചിരി വരിക. സമത്വം വേണം, സമത്വം വേണം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സമസ്തം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് താത്വികാചാര്യന്റെ പ്രഭാഷണം, സമത്വത്തെക്കുറിച്ചും പണ്ഡിതന്മാരെ വിമർശിക്കുന്ന പ്രഭാഷണമൊക്കെ കേട്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ചിരി വരിക. കാരണം ഞങ്ങളെ നാട്ടിൽ ഏരിയ കമ്മിറ്റി ഉണ്ട്. ആ ഏരിയ കമ്മിറ്റിയിൽ എത്ര സ്ത്രീയും എത്ര പുരുഷനും ഉണ്ടെന്ന് ഇന്ന് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു. സ്ത്രീകൾ 15% പോലും ഇല്ല. ഇനി കണ്ണൂർ ജില്ലയിൽ എത്ര ഏരിയ കമ്മിറ്റികളുണ്ട്, അല്ലെ എത്ര സ്ത്രീകളുണ്ട് എന്ന് ചോദിച്ചതിന്റെ മറുപടി നിങ്ങൾ എല്ലാവരും വാർത്തകളിലൂടെ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്ത്രീക്ക് സമത്വം വേണമെന്ന് പറയുന്ന ആളുകൾ ഇപ്പുറത്ത് സമത്വം കൊടുക്കുന്നില്ല. KR ഗൗരിയമ്മ കേരളത്തിൽ CPM-ന്റെ മുഖമായിരുന്നു ഒരു കാലത്ത്. ആ ഗൗരിയമ്മ എന്തുകൊണ്ട് പാർട്ടി വിട്ടു എന്ന ചോദ്യത്തിന് ഗൗരിയമ്മ എങ്ങാനും മുഖ്യമന്ത്രി ആയാലോ എന്ന് പേടിച്ച് അടിച്ച് താഴെ ഇട്ടതാണെന്നുള്ള ഒരു കരക്കമ്പി പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും പഴയ ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നത് തൽക്കാലം അങ്ങോട്ട് മാറിയിരിക്കും, ഞാൻ നടത്തിക്കോളാമെന്ന് കോവിഡ് കാലത്ത് വാർത്താ സമ്മേളനം നടത്തിയ പാർട്ടി മുഖ്യമന്ത്രിയും പാർട്ടി അണികളും ഉള്ള നാടാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടി ജയിച്ചിട്ട് ഇവരെങ്ങാണം ഇനി മുഖ്യമന്ത്രി ആവുമോ എന്ന് പേടിച്ചൊരു സൈഡിലാക്കി എന്ന് പരക്കെ ആക്ഷേപം കേൾക്കുന്നുണ്ട്. ഇനി നോക്കിയേ, എത്ര MLA-മാരുണ്ട് കേരളത്തിൽ? അതിൽ എത്ര പേരുണ്ട് സ്ത്രീകൾ? എത്ര സംവരണമുണ്ട്? എത്ര മന്ത്രിമാരുണ്ട് കേരളത്തിൽ? കേന്ദ്രത്തിലായിക്കോട്ടെ, അതിൽ എത്ര സ്ത്രീകളുണ്ട്? ഇനി ലോകം മൊത്തം ഒന്നെടുത്തേ, എത്ര പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഉണ്ട്? അതിൽ എത്ര പേരുണ്ട് സ്ത്രീകൾ? എത്ര പേരുണ്ട് പുരുഷന്മാർ? അപ്പൊ ഈ സമത്വം എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു മരീചിക മാത്രമാണെന്നും, ഈ സമത്വം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ ഞങ്ങൾ വലിയ സാമൂഹിക പരിഷ്കർത്താക്കളാണെന്ന് പറയാൻ ഇങ്ങനെ വന്നിരുന്ന് ഇളിച്ചോണ്ട് വർത്താനം പറയാനുള്ള ഒരു കാര്യം മാത്രമാണെന്നും എല്ലാവർക്കും അറിയാം. ഫിസിക്കലി മെന്റലി സ്ത്രീയും പുരുഷനും ഒരു കാരണവശാലും സമത്വം കിട്ടില്ല എന്നതും ഉറപ്പാണ്. ഇനി മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയിലേക്ക് നമുക്ക് വരാം. ഈ വ്യായാമ കൂട്ടായ്മയിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വ്യായാമം നടത്തുന്നു. കാന്തപുരം ഉസ്താദ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്നയാളാണ്. ഇസ്ലാമിക വിധി പറയുന്ന സമയത്ത് ഒരാളുടെയും മുഖത്ത് നോക്കാതെ വിധി പറയുക എന്നത് ഉസ്താദിന്റെ പ്രത്യേകതയാണ്. അത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും മത നേതൃത്വങ്ങളും സാമൂഹിക നേതൃത്വങ്ങളും അംഗീകരിക്കുന്നതാണ്. അതിന്റെ പേരിൽ പിന്തിരിപ്പനെന്ന് പറഞ്ഞാലോ ഇത് തെറ്റാണെന്ന് പറഞ്ഞാലോ അതൊന്നും കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഏശുന്നതേ അല്ല. കാരണം മതം പറയുന്നത് മതവിശ്വാസികളോടാണ്. ബാക്കിയുള്ളവർക്ക് അതിന് ഹാലിളകേണ്ട ആര്യം എന്താണ്? ഏഷ്യാനെറ്റിലുള്ള ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മതം പറയുമ്പോൾ ഇത് പൊതുസമൂഹത്തിലല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നു സഹോദര, ഇവിടെ എത്ര പീഡനങ്ങൾ നടക്കുന്നു, ഇവിടെ എത്ര പ്രശ്നങ്ങൾ നടക്കുന്നു, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലെന്നല്ല, ചിലതൊക്കെ മീഡിയ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. ഇക്കിളിപ്പെടുത്തുന്ന എന്തൊക്കെ രംഗങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സിനിമയിൽ എന്തൊക്കെയാണ് ബലാത്സംഗത്തിന്റെ സീനുകൾ, പ്രണയത്തിന്റെ സീനുകൾ, ഒളിച്ചോട്ടത്തിന്റെ, കൊലപാതകത്തിന്റെ സീനുകൾ കാണിച്ച് ആളുകളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴൊക്കെ നിങ്ങൾ എവിടെ പോയി? ഇനി പോട്ടെ, സിനിമയിൽ ആണിനും പെണ്ണിനും ഒരേ ശമ്പളമാണോ കിട്ടുന്നത്? ഒരേ റോളാണോ കിട്ടുന്നത്? സമത്വമാണെങ്കിൽ ഒരു സിനിമയിൽ മൊത്തം ആണുങ്ങളായിക്കോട്ടെ, ഒരു സിനിമയിൽ മൊത്തം പെണ്ണുങ്ങളായിക്കോട്ടെ, പറ്റുമോ? ഇനി അതും പോരാ, ഈ ചർച്ച ചെയ്യുന്ന മീഡിയ ഒന്നെടുത്തേ, എല്ലാ മീഡിയകൾ എടുത്ത് പരിശോധിച്ചാലും 50% സ്ത്രീയും 50% പുരുഷന്റെയും തുല്യത നിലനിർത്തുന്ന ഒരു ചാനലെങ്കിലും മരുന്നിന് മലയാളത്തിൽ ഒന്ന് പറയാനുണ്ടോ? ഇല്ല. ഇതൊന്നും നടപ്പിലാക്കാൻ ഒരു സംവിധാനത്തിനും ഇവിടെ പറ്റില്ല എന്ന് ഉറപ്പാണ്. എന്നാലും ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും പൊതുജനങ്ങളുടെ മുന്നിൽ വലിയ ആളുകളാണെന്നും സാമൂഹിക പരിഷ്കർത്താക്കളാണെന്നും വിളിച്ചോണ്ട് പറയാനും കുറെ ആളുകൾ ഇറങ്ങി വരും. അതുകൊണ്ട് കാന്തപുരം പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളത് തെറ്റാണെന്ന് പറയും, എന്നാൽ ആ തെറ്റ് കാന്തപുരം വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇസ്ലാമിക പണ്ഡിതന്മാർ
മതവും അതിൻ്റെ വിധികളും പറഞ്ഞുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ളവർക്ക് കപട സമത്വവാദവുമായി ഈ സമൂഹത്തിൽ നിരങ്ങി നിരങ്ങി നടക്കാം. കപടതയും നടക്കാത്ത സമത്വവാദവും എന്നും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ കാന്തപുരത്തിനും ഇവിടുത്തെ മതപണ്ഡിതന്മാർക്കും സൗകര്യമില്ല, അത് ചെയ്യാനുള്ള സാധ്യതയുമില്ല. ഇന്ത്യൻ ജനാധിപത്യം അവരവരുടെ മതം അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം തരുന്നിടത്തോളം കാലം അത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കേൾക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മാനസിക വിഭ്രാന്തി ഉണ്ടാവുന്നവർ മാറിയിരുന്ന് ആ വിഷയത്തിൽ എന്താണ് പരിഹാരമെന്ന് ആലോചിച്ച് സ്വയം ചികിത്സിക്കുന്നതേ വഴിയുള്ളൂ എന്ന് മാത്രം ആവർത്തിക്കുന്നു. കാന്തപുരം തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കട്ടെ. നിങ്ങൾ അത് കേട്ട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യട്ടെ. എല്ലാവർക്കും സന്തോഷങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.